നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. നവവധുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 22 വയസ്സുകാരിയായ ആയിഷ കരാട്ട പരിശീലക കൂടിയാണ്. അന്നമനട എടയാറ്റൂർ സ്വദേശി ആലങ്ങാട്ടുകാരൻ വീട്ടിൽ നൌഷാദിന്റെ മകൾ ആയിഷയെയാണ് കിടപ്പുമുറിയിൽ വ്യാഴാഴ്ച രാവിലെ 7-ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജൂലൈ 13-നായിരുന്നു വിവാഹം. ഭർത്താവ് ചേലക്കര സ്വദേശി നീണ്ടൂർ വീട്ടിൽ മുഹമ്മദ് ഇഹ്സാൻ ഒരാഴ്ച മുൻപാണ് വിദേശത്തേക്ക് തിരിച്ചുപോയത്. കസോക്കോ കരാട്ടെ ഇന്ത്യയുടെ പരിശീലകയായ ആയിഷ ചാലക്കുടി പനമ്പിള്ളി കോളേജിലെ PG വിദ്യാർത്ഥിനിയാണ്. തുടർച്ചയായി സംസ്ഥാന ചാമ്പ്യനായ ഇവർ മാള സൊക്കോർസോ സ്കൂൾ, മാള കാർമൽ കോളേജ്, സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂൾ, പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ കരാട്ടെ പരിശീലകയാണ്. ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂർ ശ്രീവത്സം മന്ദിരത്തിന് മുന്നിലേക്ക് ഗജരാജൻ കേശവന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് വീണ്ടും രൂപമാറ്റം വരുത്തുന്നു. 3 വർഷം മുൻപ് പുതുക്കി നിർമ്മിച്ച ശില്പത്തിന് കേശവന്റെ രൂപസാദൃശ്യം ഇല്ലെന്ന പരാതിയെ തുടർന്നാണ് പുനർനിർമ്മാണം നടത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ ഭക്തിയോടൊപ്പം കൗതുകം ഉണർത്തുന്നതാണ് ശ്രീവത്സം അഗതി മന്ദിരത്തിലെ കേശവ പ്രതിമ. ആനക്കഥകളിലെ നിത്യഹരിത നായകൻ ഗുരുവായൂർ കേശവൻ 1976 ഡിസംബർ 2-നാണ് ചരിഞ്ഞത്. 4 പതിറ്റാണ്ടോളം ഗുരുവായൂരപ്പന്റെ തിടംപേറ്റിയ കേശവൻ ചരിഞ്ഞ സ്ഥലത്ത് ശില്പി MRD ദത്തന്റെ നേതൃത്വത്തിൽ 1982-ൽ ആനയുടെ അതേ വലിപ്പത്തിൽ പ്രതിമ നിർമ്മിച്ചു. ഈ ശില്പത്തിന് കാലപ്പഴക്കമായി എന്ന് പറഞ്ഞാണ് 2022-ൽ പുതുക്കി നിർമ്മിച്ചത്. രായിരനെല്ലൂർ മലയിൽ നാറാണത്ത് ഭ്രാന്തന്റെ ശില്പമടക്കം നിർമ്മിച്ച സുരേന്ദ്രകൃഷ്ണനായിരുന്നു ശില്പി. പ്രതിമയുടെ പുനർനിർമ്മാണം കഴിഞ്ഞപ്പോൾ തന്നെ രൂപസാദൃശ്യമില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന ശില്പത്തിന് കേശവന്റെ യഥാർത്ഥ രൂപമായിരുന്നില്ല എന്നതായിരുന്നു വിശദീകരണം. ഇതിൽ തൃപ്തിയില്ലാത്ത ആരാധകരുടെ ആവശ്യം പരിഗണിച്ച് വീണ്ടും രൂപമാറ്റം വരുത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു. നവംബർ 30-ന് നടക്കുന്ന ഗജരാജൻ അനുസ്മരണത്തിന് മുൻപ് ശില്പത്തിൽ രൂപമാറ്റം വരുത്തും. പ്രതിമ പൂർണ്ണമായും പൊളിക്കാതെ നേരത്തെ രൂപമാറ്റം വരുത്തിയ രീതിയാണ് ഇത്തവണയും സ്വീകരിക്കുന്നത്. ഏകാദശിയുടെ തലേദിവസമായ ദശമിക്ക് കേശവന്റെ ശില്പത്തിൽ ആനത്താവളത്തിലെ പിന്മുറക്കാർ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത് ഏറെ പ്രസിദ്ധമായ ചടങ്ങാണ്. ശ്രീവത്സം വളപ്പിൽ തന്നെയുള്ള ഗുരുവായൂർ പത്മനാഭന്റെ ശില്പം നിർമ്മിച്ച ഇളവള്ളി നന്ദനാണ് കേശവനെയും ആരാധകരുടെ മനസ്സിലെ കേശവനാക്കുന്നത്. വേലിപ്പാടം മിസ്റ്റർ യോസേപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. തീർത്ഥാടന കേന്ദ്രം വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് കൊടിയേറ്റം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഷെബിൻ പനക്കൽ, കൈക്കാരന്മാരായ പോൾ മഞ്ഞളി, മനോജ് കോഴിക്കുന്നേൽ, രാജു മൊയലൻ, റോബി കൊച്ചുപുരയ്ക്കൽ, PRO ബൈജു വാഴക്കാല തുടങ്ങിയവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി. അടുത്ത 15-നാണ് ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവച്ചു. ടോൾ ബൂത്തുകളിലെ ബാരിക്കേഡുകൾ മാറ്റിവെച്ച് ഫാസ്ടാഗ് സംവിധാനം ഓഫ് ചെയ്ത് വാഹനങ്ങൾ കടത്തിവിട്ടു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും അടിപ്പാത നിർമ്മാണവും മൂലം യാത്രക്കാർ ദുരിതം അനുഭവിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അഡ്വക്കേറ്റ് ഷാജി കോടംകണ്ടത്ത്, അഡ്വക്കേറ്റ് ജോസഫ് ടാച്ചറ്റ്, യൂത്ത് കോൺഗ്രസ് നേതാവ് OG ജനീഷ് എന്നിവരുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും. ഇതിനുള്ളിൽ അടിപ്പാതകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തും. അടിപ്പാതകളുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ മാസങ്ങളായി ദേശീയപാതയിൽ തുടരുന്ന ഗതാഗത കുരുക്കിനും യാത്രാ ദുരിതത്തിനും ആശ്വാസമായിരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ്.
മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബദൽ സംവിധാനം ഒരുക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിക്കപ്പെടാതെ വന്നതോടെയാണ് ടോൾ പിരിവ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടത്. ടോൾ പിരിവ് നിർത്തിവച്ചതിലൂടെ ആയിരക്കണക്കിന് യാത്രക്കാർക്കാണ് ഗുണകരമായത്. ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിനെ സ്വാഗതം ചെയ്ത ഹർജിക്കാരും കോൺഗ്രസ് AIYF പ്രവർത്തകരും ടോൾ പ്ലാസയിലെത്തി വാഹനയാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്തു. ബുധനാഴ്ച രാവിലെയാണ് ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ. വനന്തരപ്പള്ളി സ്വദേശി കരിയാട്ട് വീട്ടിൽ രേവന്ത് ബാബുവാണ് ഇന്നലെ രാത്രി പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചത്. രാത്രി 12 മണിയോടെ ടോൾ പ്ലാസയിലെത്തി വാഹനങ്ങൾ കടത്തിവിടുകയും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ താക്കോൽ ഊരിയെടുക്കുകയും ചെയ്യുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ഹൈവേ പോലീസ് രേവന്തിനെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ വിഷ്ണു എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നെറ്റിയിൽ മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. രേവന്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പുതുക്കാട് പോലീസ് കേസെടുത്തു. പുതുക്കാട് SI വൈഷ്ണവ്, ASI ജിജോ, ഹൈവേ പോലീസ് SI ബിജു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എന്റെ കൈ പോയാലില്ല ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 ഉത്തരവ് നടപ്പിലാക്കിയത്. മറ്റത്തൂരിൽ ചാരായം വാറ്റുന്നതിനായി കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന വാഷ് ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി നശിപ്പിച്ചു. ചാരായം വാറ്റുന്നതിനായി കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വാഷ് ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി നശിപ്പിച്ചു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ വാസുപുരത്തു നിന്നും ചെമ്പുച്ചിറയിലേക്ക് പോകുന്ന വഴിയിൽ കിഴക്കേ പാലത്തിന്റെ സമീപം വലിയ തോടിന്റെ അരികിലായി ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ചിരുന്ന 150 ലിറ്റർ വാഷാണ് എക്സൈസ് സംഘം പിടികൂടിയത്. വാഷിന്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ സാധിച്ചില്ല. പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു. മാളയിൽ പെട്രോൾ പമ്പിനോട് ചേർന്ന് പാർക്ക് ചെയ്ത സ്വകാര്യ ബസ്സിൽ തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. മാള പുത്തൻചിറയിൽ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട ബസ്സിന് തീപിടിച്ചു. പുത്തൻചിറ മങ്കിരി ജംഗ്ഷനിലെ PCK പെട്രോൾ പമ്പിലാണ് അപകടം. അപകട സമയം 6 ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. ബസ് പൂർണ്ണമായി കത്തി നശിച്ചു. ബസ് നിർത്തിയതിന് തൊട്ടടുത്താണ് പെട്രോൾ പമ്പിന്റെ ഓഫീസ് മുറി. തീ അവിടേക്ക് പടർന്നെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. പെട്രോൾ പമ്പിലേക്ക് തീ പടരാത്തത് വലിയ ദുരന്തം ഒഴിവാക്കി. രാത്രി സമീപത്തു കൂടെ പോയ യാത്രക്കാരാണ് തീ പടരുന്നത് കണ്ടത്. ഉടൻ അഗ്നിശമന സേന എത്തി തീ അണച്ചു. തീ പിടിക്കാനുള്ള കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും അടർന്നു വീണു. ഇന്നലെ രാത്രി 1:30 സംഭവം. രാത്രിയായതിനാൽ വൻ ദുരന്തം ഒഴിവായി. 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് കോടാലി ഗവൺമെന്റ് സ്കൂൾ. സ്കൂൾ പ്രവൃത്തി സമയത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ വലിയ ദുരന്തമാകുമായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. 54 ലക്ഷം മുടക്കി 2023 ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശിയായ സ്ത്രീ പിടിയിൽ. അഷ്ടമിച്ചിറ പുളിയിലക്കുന്ന് സ്വദേശിനി ആശുപത്രിയിലേക്ക് പോകുന്നതിനായി ആവിയമരിയ ബസ്സിൽ യാത്ര ചെയ്യവേ യുവതിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല പൊട്ടിച്ചെടുത്ത് തമിഴ്നാട് തിരുപ്പൂർ മാരിയമ്മൻ കോവിൽ തെരുവ് സ്വദേശി ലക്ഷ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇവർ സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നുണ്ട്. ശക്തമായ മഴയിൽ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ വെള്ളം കയറി. ശക്തമായ മഴയിൽ പാലപ്പള്ളിയിൽ വീടുകളിൽ വെള്ളം കയറി. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം MP ജലാൽ, അരീംപുറം മൈമൂന, വലിയമ്പാറയിൽ നാണി എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. റബ്ബർ എസ്റ്റേറ്റിൽ നിന്നും കുത്തിയൊലിച്ചെത്തിയ വെള്ളം വീടുകൾക്ക് ചുറ്റും എത്തുകയായിരുന്നു.
റബ്ബർ തോട്ടത്തിൽ കാന തീർത്ത് വെള്ളം ഒഴുക്കിവിടണമെന്ന് നാട്ടുകാർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും തോട്ടം മാനേജ്മെന്റ് നടപടിയെടുക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. മഴ ശക്തമായി തുടരുന്നതോടെ മലമുകളിൽ നിന്നെത്തുന്ന വെള്ളം കൂടുതലായി വീടുകളിലെത്തുന്നുവെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മഴ ശക്തമായതോടെ വരന്തരപ്പള്ളി റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ശക്തമായ മഴയിൽ കല്ലൂർ ഭരത ചെമ്പക്കണ്ടം പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി. തോടിന്റെ വശങ്ങൾ ഇടിഞ്ഞ് പറമ്പുകളിലേക്ക് വെള്ളം കയറി. പ്രദേശത്തെ വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചു. ഭരത ചെമ്പക്കണ്ടം റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. മാവിൻചൂട് പുല്ലുത്തി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിടിഞ്ഞ് റോഡിലേക്ക് വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ അയ്യങ്കോട് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. കുറുമാലി പുഴയോരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയേറെയാണ്. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.